എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോപ്കോണിൻ്റെ സിമ്പിൾ റെസിപ്പി. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് 50 രൂപയ്ക്ക് അത് അത്ര ടേസ്റ്റില്ല. അതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി പോപ്കോണാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു കുക്കർ. ഈ കുക്കർ ഇങ്ങനത്തെ മൂടിയുള്ളത് വേണേ, ഇങ്ങനത്തെ മൂടിയുള്ള കുക്കർ. പിന്നെ പോപ്കോണിൻ്റെ സീഡ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ മേടിച്ചാൽ മതി ഇത്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. കുക്കർ അടുപ്പത്ത് വെച്ച് തീ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലൊക്കെ ഒഴിച്ചിട്ട്, ഒരു സ്പൂൺ മതിയാവും. അതിലേക്ക് ഈ എന്തോരം ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു പിടിയാണ്, ഒരു പിടി കായട്ടെന്ന് വിചാരിച്ചു. അത് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ഒരു പിടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ആദ്യത്തിന് അതിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം ഞാൻ ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് അകത്തേക്ക് ആക്കി ക്ലോസ് ചെയ്യരുത്. ഇങ്ങനത്തെ കുക്കർ എടുത്താൽ മതി. മറ്റേ കുക്കറാകുമ്പോൾ പാടായിരിക്കും. ഇതാകുമ്പോൾ എളുപ്പമാണ്. വെറുതെ ഇങ്ങനെ അടയ്ക്കാണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. അകത്തേക്ക് കയറ്റി അടക്കരുത്. വെറുതെ ലോക്കൊന്നും ഇടാണ്ട് വെറുതെ ഇങ്ങനെ പുറത്ത് വെച്ചാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഇത് കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കും. അത് അതിൻ്റെ ഉള്ളിൽ ആ പോപ്കോൺ പൊട്ടണതാണ്. കുക്കറിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പയ്യെ പൊട്ടണ സൗണ്ട് നിൽക്കുമ്പോൾ പയ്യെ കുക്കർ തുറന്ന് നോക്കുക. കണ്ട, അങ്ങനെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട്, ഉപ്പ് ആവശ്യത്തിന് ചേർക്കണമെങ്കിൽ ചേർക്കാം. എല്ലാവരും കൂടി പാത്രത്തിലൊക്കെ ഇട്ട് അടിച്ചൊളിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതിനേക്കാളും ടേസ്റ്റാണ് ഇതിന്. അത് ഒരു 50 രൂപ കൊടുത്ത് മേടിക്കണ സാധനം നമ്മൾ കടയിൽ ഈ പാക്കറ്റിന്, ഞാൻ പറഞ്ഞത് ഈ പാക്കറ്റിന് അധികം കാശില്ല. ഇത് നമുക്ക് പല പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇതായിരിക്കും ലാഭവും ടേസ്റ്റും. എല്ലാവരും ട്രൈ ചെയ്യുക.